السلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ആദരണീയരായ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സെയിൻഗസ്റ്റിന്റെ ഈ പ്രൗഢഗംഭീരമായ വേദിയിൽ ബദറിലെ ചില അനർഘ നിമിഷങ്ങളിലേക്കാണ് ഞങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത്. അലിഫക്ഷരം പൊരുൾ ബിസ്മില്ലാഹ് അരിവാകല കുതുബനുദിനം ഖുർആനിൽ അലകുത്തല ഗുരി ബിസ്മില്ലാഹ് അലകുത്തല ഗുരി ബിസ്മില്ലാഹ് ബഹ്റ ഖുർആനിൽ പൊരുൾ മോളു തടങ്ങിലെ പരിശ കടൽ പതി ബിസ്മില്ലാഹ് ബദ്റ പടക്കൊണ്ടു കവിലുമൽ വതി മുതൽ പരിവതബതദ ബിസ്മില്ലാഹ് പരിവതബതദ ബിസ്മില്ലാഹ്. വസുവതു ബദർ യൗമുൽ ഫുർഖാൻ, സത്യവും അസത്യവും വേർതിരിച്ചറിഞ്ഞ ദിനം. ആത്മസമർപ്പണത്തിന്റെയും ത്യാഗോജ്വലതയുടെയും ഇതിഹാസ ചരിത്രം. മദീനയിലെത്തിയിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സ്വഹാബാക്കളെയും ഖുറൈശികൾ വെറുതെ വിട്ടില്ല. അവർ ക്രൂശിച്ചുകൊണ്ടേയിരുന്നു. തങ്ങളുടെ സമ്പത്ത് കവർച്ച ചെയ്തുകൊണ്ട് ഷാമിലേക്ക് കച്ചവടത്തിന് പോകുന്നുണ്ടെന്നറിഞ്ഞ നബിയും സ്വഹാബത്തും അവരെ തടയാൻ വേണ്ടി പദ്ധതിയിട്ടു. പക്ഷേ അവർ രക്ഷപ്പെട്ടു. വരുന്ന വഴിയിലും അവർ വഴിമാറി രക്ഷപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സ്വഹാബാക്കളെയും യമപുരിയിലേക്ക് അയക്കണമെന്ന ദുശാഠ്യത്തോടുകൂടി അബൂജഹലും സംഘവും മക്കയിൽ നിന്നും പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരെ, സ്വഹാബാക്കൾക്കെതിരെ യുദ്ധം ചെയ്യാൻ ഒരുങ്ങി. ബദറിൽ പൊടിപാറി. ബദറിൽ കുന്തവും വാളും പരിചയം ഘടികങ്ങളും തമ്മിലൊഴിച്ച് അട്ടഹാസങ്ങളും ആർമാദങ്ങളും ഉയർന്നു കഴിഞ്ഞു. യുദ്ധക്കളം ചെഞ്ചായ മണിഞ്ഞു. മുസ്ലിങ്ങളാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഖുറൈശികളുടെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റുകയാണ്. എന്താണ് സംഭവിക്കുന്നത്? ശിവരുഗവേ കൂട്ട കൂട്ട പാടി കൊടി പിടി പിടി ചൊടി ചൊടിയണ്ടും കൂട്ട കൂട്ട പാടി കൊടി പൊടി പിടി ചൊടി ചൊടിയണ്ടും തറ്റുറ്റേ കുറ്റലെടുത്ത് പട്ടാള മിട കൊടു കൊടുമാനേ കുതി കുതി മന്ദളടി അടി അടി എടുത്തോടിട്ടാനെ ദിശയിൽ കുതി കുതി മന്ദളടി അടി അടി എടുത്തോടിട്ടാനെ ദിശയിൽ പുറമേൽ ചുവടുകൾ കുശൽ വിളിച്ചുള്ള വിളി 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 പടപടി കൊമ്പും തത്തിരിത്തി തത്തിരിത്തി പെട്ടോരെ തൊകുവിളി തൊകുവിളി പരികാളം. ഖുറൈശി പ്രമുഖരിൽ നിന്ന് ഓരോന്നോരോന്നായി നിലം പതിക്കുകയാണ്. അബൂജഹലിന്റെ മനസ്സിൽ ഭീതിയുടെ അഗ്നിയാളി. അയാൾ തന്റെ ദൈവങ്ങളായ ലാത്തയെയും ഉസ്സയെയും മനാത്തയെയും ആവർത്തിച്ച് വിളിച്ചു. പക്ഷേ അവരെല്ലാവരും നേതൃത്വ നിര ഒന്നടങ്കം നഷ്ടപ്പെട്ടിരിക്കുകയായിരുന്നു. അസ്വദും വലീദുമെല്ലാം യുദ്ധത്തിൽ നേരത്തെ തന്നെ പരലോകം പ്രാപിച്ചവരാണ്. അങ്ങനെ മുആദ് റളിയല്ലാഹു അൻഹു അബൂജഹലിനെ എതിരിടുകയാണ്. അതിനു മുമ്പ് അബൂജഹൽ വീണിരിക്കുന്നു. മികായിൽ അലൈഹിസ്സലാമിന്റെ പ്രഹരമേറ്റ് അബൂജഹൽ നാമാവിശേഷമായി കൊണ്ടിരിക്കുകയാണ്. അബൂജഹലിന്റെ പതനത്തോടുകൂടി ഖുറൈശികളിൽ നിന്ന് വലിയൊരു സംഘം പിന്തിരിഞ്ഞോടുകയാണ്. അങ്ങനെ ലഹറൽ ഹഖ് വസഹഖൽ ബാതിൽ, ഇസ്ലാം വിജയത്തിന്റെ വെണ്ണിക്കൊടി നാട്ടി. അങ്ങനെ ആരെയോ അന്വേഷിച്ച് ഇബ്നു മസ്ഊദ് തങ്ങൾ ഇങ്ങനെ ആ ശ്മശാന മുഖതയിൽ ഇങ്ങനെ നടക്കുകയാണ്. ആരെയായിരിക്കും ഇബ്നു മസ്ഊദ് തങ്ങളെ അന്വേഷിച്ച് നടന്നിട്ടുണ്ടാവുക? നബികൾ റസൂലുകൾക്കും നായകൻ ഖാതിമാലെ നബി തങ്ങൾ അസ്ഹാബിമാരിലെല്ലാം നാരി അബൂജഹലിന്റെ കിബറൻ പടക്കളം തന്നിൽ മഖതുല കിടക്കുന്ന ഹർബായി പോയിണ്ടോ കേട്ട് മഹാദിയണ്ടൂർ ചൊന്നാൽ കണ്ടന കണ്ടു ഞാൻ എന്തിൽ കിതാലത് കളകങ്ങൾ ദശരുന്ന വാർത്ത കൂറി കഥ കേട്ടെല്ലാം സീറായപ്പോൾ കഥ കേട്ടെല്ലാം സീറായപ്പോൾ. ആരെയാണ് ഇബ്നു മസ്ഊദ് തങ്ങൾ അന്വേഷിച്ച് നടന്നിട്ടുണ്ടാവുക? സാക്ഷാൽ അബൂജഹലിനെ തന്നെ. അബൂജഹൽ പ്രതിജ്ഞയേറ്റ് കിടക്കുന്നത് കണ്ട് കൊറിയ മനുഷ്യനായ ഇബ്നു മസ്ഊദ് തങ്ങൾ അബൂജഹലിന്റെ നെഞ്ചത്തേക്ക് ഒരൊറ്റ ചാട്ടം ചാടിയിട്ട് അബൂജഹലിന്റെ നേരെ നിന്നുകൊണ്ട് പലതും പറയുകയാണ്. അവർ തമ്മിൽ വാക്കുയുദ്ധം നടക്കുകയാണ്.
പ്രജ്ഞയേറ്റ് വീണിട്ടും ബോധം നഷ്ടപ്പെടാനായിട്ടും എന്തിനു പറയട്ടെ മരിക്കാനായിട്ട് വരെ ഹുങ്കോടുകൂടി അബൂജഹലിന് പലതും പറയാനുണ്ടായിരുന്നു. തിരിച്ചും ഇബ്നു മസ്ഊദ് തങ്ങൾക്ക് പലതും ചെയ്യാനും ഉണ്ടായിരുന്നു. എന്തായിരിക്കും അബൂജഹലിന് പറയാനുണ്ടാവുക? കേളടാ കേളട അബൂജാഹിലെ കേളട കൊടിയ കെട കേളട ചടയാ മുട കേളട കേളട അബൂജാഹിലെ കേളട കൊടിയ കെട കേളട ചടയാ മുട കേളട തുടി തുടിക്കും ചകയാം കുട്ടുകുട്ടുക്കും പകയാം തുടി തുടിക്കും ചകയാം കുട്ടുകുട്ടുക്കും പകയാ ജഹലെ കേളട കേളട അബൂജാഹിലെ കേളട കൊടിയ കെട കേളട ചടയാ മുട കേളട ചടി ജഗത്ത പോലെ മാടി കിടപ്പവനെ ചടും യാതു അല്ല നാളും യാ റസാഖല്ല തളി കിടപ്പിലുടൻ കീഴെ മാറിന്തിടുമ്പോൾ തുളി തെളിന്തിടുന്നു ഏലം ആ കടുകടുവ കേളട കേളട അബൂജാഹിലെ കേളട കൊടിയ കെട കേളട ചടയാ മുട കേളട. സ്വല്പം അഹങ്കാരത്തോടുകൂടി അബൂജഹൽ പറയാൻ തുടങ്ങി, എന്റെ കയ്യുത്ത് നീ നീട്ടി മുറിക്കണം. ഇബ്നു മസ്ഊദ് തങ്ങൾ ഇത് കേട്ടതും തന്റെ ഉറയിൽ നിന്നും വാളൂരി അബൂജഹൽ നേരെ നീട്ടിയപ്പോൾ അബൂജഹൽ പറയുകയാണ്, എന്റെ ഉറയിലുണ്ട് അതിനേക്കാൾ മികച്ച വാൾ, അതെടുത്ത് നീ കൈകാര്യം ചെയ്തോ. ഇത് കേട്ടത് ഇബ്നു മസ്ഊദ് തങ്ങള് അബൂജഹലിന്റെ ഉറയിൽ നിന്നും വാളൂരി ഒട്ടും താമസിച്ചില്ല അബൂജഹലിന്റെ കയ്യുത്ത് നീട്ടി അങ്ങ് മുറിച്ചു. അബൂജഹൽ മരണവെപ്രാളത്തിൽ പിടഞ്ഞു. ഭീമന്റെ ചെവിയിൽ തുളയിട്ടുകൊണ്ട് ഇബ്നു മസ്ഊദ് തങ്ങൾ കൊണ്ടുപോയി അബൂജഹലിന്റെ തലയെ ഇലാ ഹദറത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബാക്കളും ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്വഹാബാക്കൾ ഇത് കണ്ടപ്പോൾ മർഹബ ചൊല്ലി സ്വീകരിച്ചു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സുജൂദിലേക്ക് നമ്രശിരസ്കനായി വീണു. ആനേ ആദുവാക്കൾ കരേശൻ റഹ്സാ അറുത്തെ ഇബ്നു മസ്ഊദ് എടുത്ത റംസാ ആനേ ആദുവാക്കൾ കരേശൻ റഹ്സാ അറുത്തെ ഇബ്നു മസ്ഊദ് എടുത്ത റംസാ ജന കളം വിട്ട് അവർ നടന്ന സിംഹ ഒരു തിരുമുമ്പന്ത ചൂഷാതിരിപ്പവർ സ്വഹാബ എല്ലാവരും മർഹബ ഉള്ള രഹസ്യത്തിനെ ബിയാർ മുന്നിൽ മുന്തി പെരിയോനിൽ സുജൂദ് ചെയ്ത് ആനേ ആദുവാക്കൾ കരേശൻ റഹ്സാ അറുത്തെ ഇബ്നു മസ്ഊദ് എടുത്ത റംസാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇബ്നു മസ്ഊദ് തങ്ങളോടായി പറഞ്ഞു, ഹാദാ ബിദാക, ഇത് അതിന് പകരമാണ്. അന്ന് കഅബാലയത്തിൽ വെച്ച് സദ്ദീൻ പറഞ്ഞതിന്റെ പേരിൽ നിന്റെ കരണവിടം അടിച്ചു പൊട്ടിച്ചില്ലേ അബൂജഹലെ, അതിന് നീ സുന്ദരമായി പകരം ചോദിച്ചിരിക്കുന്നു ഇബ്നു മസ്ഊദേ. ഇബ്നു മസ്ഊദ് തങ്ങളെ സന്തോഷിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ഫിർഔൻ എന്നറിയപ്പെടുന്ന അബൂജഹലിന്റെ മേൽവിലാസം ഇതോടുകൂടി തമസ്കരിക്കപ്പെടുകയാണ്, തിരശീല വീഴുകയാണ്. സുഹൃത്തുക്കളെ, ബദർ ഒരിക്കലും ആക്രമണമായിരുന്നില്ല, തീർച്ചയായിട്ടും പ്രതിരോധമായിരുന്നു എന്ന സന്ദേശം നിങ്ങൾക്കും ബദറിനെയും ബദരീങ്ങളെയും വക്രീകരിക്കുന്നവർക്കും മുന്നിൽ പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങളുടെ വാക്ക് ഉപസംഹരിക്കട്ടെ. ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.